ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. കുറേ നാളായി നമ്മളെ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാര്യം ജോലി സംബന്ധമായ കുറച്ച് ആവശ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ ഫാമിൽ കുറച്ച് പെറ്റ്സ് പെട്ടെന്ന് തന്നെ ഉണ്ടായ എന്തോ ഒരു കാര്യങ്ങളാൽ കുറേ പെറ്റ്സുകൾ പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമൊന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കുറേ കോഴികൾ, നമ്മുടെ സീൽസ്, ഗിരിക്കോഴികൾ, പിന്നെ അതേപോലെ നമ്മുടെ വാത്തകൾ, അങ്ങനെ ഒരു 10-20 എണ്ണം എന്ത് കാര്യം എന്നറിയാതെ ഒറ്റയടിക്ക് ചത്തുപോയുണ്ടായി. എടോ അതേ എല്ലാം പോയടോ, എന്ത് പറ്റിയതാണെന്ന് ഒരു പിടുത്തവുമില്ല. ഇപ്പോൾ രാവിലെ കൂട്ടിൽ വന്നപ്പോഴത്തേക്കത് നമ്മുടെ മെയിൻ പൂവൻകോഴി, പിന്നെ മറ്റേ ആ നേക്കഡ് നെക്കിൻ്റെ മഡഗാസ്കറിൻ്റെ കുഞ്ഞ് പിടക്കോഴി, ഇച്ചിരി മുന്നേ വരെ ഒരു കുഴപ്പമില്ല, എന്നാൽ അതും തീർന്നു. ഇതിപ്പോൾ തീരാറായി, വയ്യ അതിന്. ഇത് മരിച്ചു. ഇത് ഒരുമാതിരി വല്ലാതെ നടക്കി, എന്താണെന്നറിയാൻ വയ്യ. എന്താ ഇഷ്യൂ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ തമ്പുരാനെ. രാത്രിയൊന്നും ഒരു കുഴപ്പമില്ലാതെ നിന്ന കോഴികളാണ്. അത് മാത്രമല്ല, നമ്മുടെ ആ നേക്കഡ് നെക്കിൻ്റെയൊക്കെ നല്ല കുഞ്ഞുങ്ങൾ വരെ ഇറങ്ങി വന്നത്. അവരും വല്ലാതെ ഇരിക്കുക. അതിൻ്റെ അമ്മക്കോഴിയായിരുന്നു, അതിനൊരു കുഞ്ഞുണ്ട്. നോക്ക്, കുഞ്ഞുങ്ങളും വല്ലാതായി. ഇത് ചെയ്യുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അതിൻ്റെ ഒക്കെ തള്ളയായത് കിടക്കുന്ന അടുത്തത്. ഇതൊക്കെ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് എത്രയൊക്കെ. എന്നിട്ട് ഞാൻ ഇതിനെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൊല്ലം, അതായത് വെറ്റിനറി ഹോസ്പിറ്റൽ, അവിടെ ഞാൻ കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തപ്പോഴും അവർക്ക് അതിൻ്റേതായുള്ളൊരു കറക്റ്റായിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റിയില്ല. കാര്യം രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നു, രാവിലെ ആയപ്പോഴത്തേക്ക് ചത്തിടക്കുകയായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ ഒന്ന് കാണിച്ചത്, നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്ക്. ഒറ്റയടിക്ക് നമുക്ക് വന്നേക്കുന്ന നഷ്ടം എങ്ങനെ പോയാലും ഒരു 10-50,000 രൂപയുടെ കാര്യം. അസീൽ കോഴികളൊക്കെ മധുരയിൽ പോയി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല വിലയുണ്ടായിരുന്ന കോഴികളായിരുന്നു. പിന്നെ ജീവനാണ്, എപ്പോഴും സംഭവിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നോക്കട്ടെ, പുതിയ റിനോവേഷനായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അത് കുറച്ച് പേര് നമുക്ക് അറിയാവുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അതാണ് കാര്യം. ഇനി നോക്കട്ടെ, മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം.